സുഹൃത്തുക്കളെ, മമ്മൂട്ടിയുടെ പ്രേമം കാമം മമ്മൂട്ടിയുമ്മ എന്ന പേരിൽ ലിജീഷ് കുമാർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഒരു ഗംഭീര എഴുത്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അനുവാദം ചോദിക്കാൻ എനിക്ക് പറ്റിയില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടും മൗനാനുവാദത്തോടു കൂടി തന്നെ ഇതൊന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് എനിക്ക് തോന്നിപ്പോയി. ഗംഭീരമായിട്ടുള്ളൊരു എഴുത്താണ്. ഇത് മുഴുവൻ കേട്ട് നിന്ന് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നിപ്പോവും. ഡയറി ഓഫ് എ സെഡ്യൂസർ എന്നൊരു കുഞ്ഞു നോവലുണ്ട്. അത്ര ഡാനിഷ് ഫിലോസഫറായ കീർക്കഗോറാണ് അത് എഴുതിയത്. ആരെയും വശീകരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഡയറി എഴുത്തിലൂടെ കടന്നു പോകുന്ന ഒരു പ്രേമകഥയാണ്. ഐ ഹാവ് ലവ്ഡ് ഹെർ ബട്ട് ഫ്രം നൗ ഷീ കൻ നോ ലോങ്ങർ ഒക്യുപ്പൈ മൈ സോൾ എന്ന് അയാൾ പറയുന്ന സ്ഥലത്ത് വെച്ചാണ് കഥയുടെ വായന അവസാനിപ്പിച്ചത്. എന്നെ ഉൾക്കൊള്ളാൻ അയാൾക്ക് കഴിയുന്നില്ല എന്ന് ഒരാൾ പറയുന്നിടത്ത് ഒരു പ്രേമകഥ അവസാനിക്കുന്നു എന്നാണ് എൻ്റെ തോന്നൽ. നമ്മൾ ഉൾക്കൊള്ളാൻ വേറെ ആൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവിടെ അവസാനിക്കണം. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് എന്നുള്ളതാണ്. പിന്നെയുള്ളതെല്ലാം ബോറൻ ഏച്ചുകെട്ടലുകളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇതൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് ബഷീറിൻ്റെ ഒരു നോവലുണ്ട്, മതിലുകൾ. ആ മതിലുകൾ എന്ന് പറഞ്ഞ നോവലിൽ സിനിമയാക്കിയപ്പോൾ അതിൽ മമ്മൂക്കയും തൊട്ടപ്പുറത്ത് ശബ്ദമായിട്ട് നമുക്ക് APC ലളിത ചേച്ചിയാണ് ഉണ്ടായിരുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഡയലോഗുകളൊന്നാണ്, അതെ ഞാൻ ഈ മതിലിൽ തടവുന്നുണ്ട്, ചുംബിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്തെ മതിലിൽ മാറമർത്തിക്കൊണ്ട് പറയുന്നത്, ഞാൻ എൻ്റെ മാറ് ഇവിടെ അമർത്തി വെച്ചിട്ടുണ്ട്, നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നൊക്കെ അമർത്തി കരയുന്നുണ്ട്. അതുവരെ കാണാത്ത ഒരാളെ, അതുവരെ കാണുക പോലും ചെയ്തിട്ടുള്ള ഒരാൾ പറയുന്നത്, എൻ്റെ വലത് കവിളിൽ ഒരു കറുത്ത മറുകുണ്ട്, ഇനി എന്നെ കാണുമ്പോൾ ആ വലത് കവിള് കറുത്ത മറുക് ഒന്ന് നോക്കാമോ എന്നൊക്കെ നാരായണി ചോദിക്കുന്നുണ്ട്. എന്തായാലും അത്തരം ഒരു മലയാളി പ്രേമമൊന്നും ഡയറി ഓഫ് സെഡ്യൂസർ എന്ന സംഗതിയിൽ വായിച്ചു തീർക്കാനാവില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ജയിലിൽ നിന്ന് എന്തെങ്കിലും പുറത്തു വന്നാൽ നിന്റെ ഗ്രാമത്തിലോ കടന്നു പോകുമെന്നും എനിക്ക് വേണ്ടി എപ്പോഴും കാത്തിരിക്കുന്നുവെങ്കിൽ നമ്മൾ പതിവായി കണ്ടുമുട്ടാറുള്ള ഓക്ക് മരത്തിൽ ഒരു മഞ്ഞ ഹാൻഡ് കർച്ചീഫ് കെട്ടിവെക്കണമെന്നും പ്രണയിനിക്ക് കത്തെഴുതിയ ഒരു വിങ്കോ എന്ന കഥാപാത്രമുണ്ട്. ഒടുവിൽ ഒരു ദിവസം അയാൾ എത്തുന്ന സമയത്ത് ഒരു മഞ്ഞ കർച്ചീഫിന് പകരം ആ മരത്തിൽ മുഴുവൻ 1000 കർച്ചീഫുകൾ, മഞ്ഞ കർച്ചീഫുകൾ കെട്ടിവെച്ച് അത് കണ്ടിട്ട് വിങ്കോ കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥയുണ്ട്. അമേരിക്കൻ നോവലിസ്റ്റ് ആയിട്ടുള്ള പിറ്റി ഹാമിന്റെ 1971 അത്രേ ദി പോസ്റ്റ് എന്ന ന്യൂസ് പേപ്പറാണ് ഈ കഥ വരുന്നത്. റീഡേഴ്സ് ഡൈജസ്റ്റ് മാസികയിൽ പുനഃപ്രസിദ്ധീകരിച്ച ഇക്കഥയാണ് ജോൺ പോൾ എന്ന് പറയുന്ന ആ ഒരു വിഖ്യാതനായിട്ടുള്ള സംവിധായകൻ, എഴുത്തുകാരൻ ബാലു മഹേന്ദ്രയ്ക്ക് എഴുതി കൊടുത്ത ആ മമ്മൂട്ടി പടം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, യാത്ര എന്ന് പറയുന്ന പടമാണ്. കണ്ടിട്ടില്ലെങ്കിൽ കാണണം. മമ്മൂട്ടിയുടെയും ഉണ്ണികൃഷ്ണനും ശോഭനയും തുളസിയുമാണ് യാത്രയിലെ കാമുകന്മാര്. ജീവപര്യന്ത ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കാമുകനെ കാത്തിരിക്കുന്ന ഈ പടത്തിലെ തുളസിയാണ് നാം പ്രേമം പഠിച്ച സ്കൂളിലെ നായികമാരിൽ ഒരാളെന്നൊക്കെ ഇദ്ദേഹം എഴുതുന്നുണ്ട്. അതിൽ ഗംഭീര പാട്ടുകളൊക്കെ ഉണ്ട്. ഒന്നു കേൾക്കാനായി വന്നു ഞാൻ, ഒരു വരിയൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. നിന്റെ സ്വാന്തന, ഇത് വേറെ സിനിമയിലത്തെയാണ്. ജീവിതം, നീയെന്നും മണയാത്ത ദീപാഞ്ജലി എന്നും തുടങ്ങുന്ന മഴയത്ത് മുൻപിലെ മമ്മൂട്ടി മാഷാണ് ആ സ്കൂളിലെ മാഷ്. ശോഭനയുടെ ഉമാമഹേശ്വരിയെ പ്രേമിച്ച നന്ദമാഷ് ആൺപെൺ ബന്ധങ്ങൾ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന പരസ്പര ബഹുമാനത്തിന്റെ, സമ്മതത്തിന്റെ അതിർവരമ്പുകളൊക്കെ വില നമ്മൾ പഠിപ്പിച്ചത് അയാളാണ്. അങ്ങനത്തെ ഒരാൾ ആ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആ കണ്ടുകൊണ്ട് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ ക്യാപ്റ്റൻ ബാല എന്ന് പറയുന്ന ഒരാളായിട്ടാണ് നമ്മുടെ മമ്മൂക്ക അഭിനയിക്കുന്നത്. അയാളുടെ കാമുകി അതിൽ മീനാക്ഷിയാണ്, നമ്മുടെ ഐശ്വര്യയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഇതിൽ രണ്ടുപേരും നമ്മൾ പ്രണയമുണ്ട്. ആ ഒരു പ്രണയ സമയം ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിരുന്നു. ആ പ്രണയ സമയത്ത് തൊടാതെ തൊടുന്ന ഒരു രംഗമൊക്കെയുണ്ട്. ഐശ്വര്യയെ മമ്മൂട്ടി എന്ന് പറയുന്ന ബാലു എന്ന് പറഞ്ഞ കഥാപാത്രം രക്ഷയില്ല കേട്ടോ, കണ്ടിട്ടില്ലെങ്കിൽ കാണണേ. ഇതേപോലെ തന്നെ ഉണ്ണിയാർച്ച എന്ന് പറയുന്ന ആ ഒരു വിവാഹ ഘോഷയാത്ര സമയത്ത് ചന്തു വികാരഭരിതനായിട്ട് നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് ചന്തു പറയുന്ന ഡയലോഗ് ഇങ്ങനെയാണ്, അവളെ മച്ചനും ചന്തു അവൾ അർഹിക്കുന്നില്ല, പക്ഷേ അവൾക്ക് നല്ലത് വരട്ടെ, എന്നും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഗദ്ഗതത്തോടു കൂടി പറഞ്ഞിട്ടാണ് മമ്മൂട്ടി അവിടെ നിന്ന് വിടവാങ്ങുന്നത്. ഞാൻ മരിച്ചുപോയാൽ എന്നെ ഓർക്കുമോ എന്ന് ചോദിക്കുന്ന കാമുകിയോട് ഞാനായിരിക്കും ആദ്യം മരിക്കുന്നതെന്ന് പറയുന്ന മതിലുകളിലെ മമ്മൂട്ടിയാണ് നമ്മളൊക്കെ സ്നേഹിക്കുന്ന മലയാളിയുടെ ഒരു പുരുഷൻ എന്ന് ഇദ്ദേഹം ഉറക്കെ പറയുന്നുണ്ട്. അല്ലാത്തതെല്ലാം വീരവാദങ്ങളാണ്. അവൾക്ക് നല്ലത് വരട്ടെ, എന്നും നല്ലത് വരട്ടെ എന്ന് തൊണ്ടയിടറി പറഞ്ഞ് വിട്ടുകൊടുക്കുന്ന കാമുകനാണ് അയാൾ. ഓടിപ്പോകാനല്ല,
എല്ലാവരുടെയും സമ്മതം വാങ്ങാനാണ് അയാൾക്ക് ഇഷ്ടം. പണ്ട് ഈ മുറ്റത്ത് നിന്ന് ചോദിക്കാതെ ഒരു കണ്ണിമാങ്ങ പോലും കുട്ടിശങ്കൻ എടുത്തിട്ടില്ല. പക്ഷേ ഇത് ചോദിക്കാതെ പറയാതെ മോഹിച്ചു പോയതാണ്. എനിക്ക് അവളെ വേണം എന്ന് ഉള്ളുനൊന്ന് പറയുന്നതാണ് അയാളുടെ മാക്സിമം. ഇത് മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യന് കിട്ടിയ അഭിനയ മുഹൂർത്തങ്ങളാണ്. ഇതല്ലാത്ത രീതിയിലുള്ളൊരു ചവറ് പ്രണയ രീതികളോ രംഗങ്ങളൊന്നും മമ്മൂട്ടിക്ക് ആരും കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടികെ രാവണൻ എന്ന സിനിമയിലെ ക്ലൈമാക്സിലാണ് ശങ്കരദാസിന്റെ ആ ഒരു പ്രണയ ജീവിതം ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. പ്രണയമായിരുന്നു അവരോട് എന്ന് ഒരു ചോദ്യം ചോദിക്കുന്നത് കയ്യൊപ്പ് എന്ന് പറയുന്ന രഞ്ജിത്തിന്റെ സിനിമയുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണുക തന്നെ വേണം. അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നല്ല സിനിമകളൊന്നും കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയും. ആ ഒരു സിനിമയിൽ പ്രണയമായിരുന്നു അവളോട് എന്ന് കയ്യൊപ്പിലെ ബാലചന്ദ്രനോട് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല. ബാലചന്ദ്രൻ പറയുന്നത് പ്രണയം, ഇഷ്ടമായിരുന്നു, അടുത്ത സൗഹൃദം, പകുതി ആസക്തിയും പകുതി സൗഹൃദവുമാണ് പ്രേമം എന്ന് എഴുതിയത് ഹാവ്ലോക്ക് എല്ലിസ് ആണ്. ആ വേർഷനല്ല ഇവിടെ മമ്മൂട്ടി പറയുന്നത്. പിൻവിടുകളിൽ കുടുങ്ങി ഇനിയും വിട്ടുപോകാത്ത 1000 കോംപ്ലക്സിൽ പുകഞ്ഞ് നീന എനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടി നീന തന്നെയായാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയേണ്ടി വരുന്നൊരു ശീലമുണ്ട്. ഒരുപക്ഷെ ഫാസിലിന്റെ മണിവത്തൂരിൽ 1000 ശിവരാത്രികൾ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ ഡോക്ടർ വിനയൻ സുഹാസിനിയോട് നീനയോട് പറയുന്ന ഒരു പ്രണയരംഗമാണത്. നോക്കൂ, ഒരു നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു പൈങ്കിളി പ്രണയ ഡയലോഗുകളൊന്നും എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് കിട്ടാതിരുന്നത് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എന്തായാലും 1981 സ്ഫോടനം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ മുതൽ ഇങ്ങോട്ട് നമ്മുടെ ഈ ഒരു മനുഷ്യൻ തെരഞ്ഞെടുത്തിട്ടുള്ളത് 30ഓളം പടങ്ങൾ ഇദ്ദേഹം തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ മിക്കതിലും സീമയാണ് നായികയായിട്ട് വന്നിട്ടുള്ളത്. 84 മുതൽ 2000 വരെ കാലഘട്ടത്തിൽ 35 സിനിമകളിൽ ശോഭനയും നായികയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് വട്ടം മമ്മൂട്ടിയോടൊപ്പം സുഹാസിനിയും നായികയായിട്ട് വന്നിട്ടുണ്ട്. സുഹാസിനിയും മമ്മൂട്ടിയും തമ്മിലൊരു പ്രണയബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള ചില വർത്തമാനങ്ങളൊക്കെ ഉണ്ട്. മമ്മൂട്ടിക്കല്ല, സുഹാസിനിക്ക് അങ്ങോട്ട്. എന്തൊക്കെയായാലും അങ്ങനെ നടക്കട്ടെ. സുമലതയും ആദർശ പുരുഷനെ കാമിച്ച പെണ്ണുങ്ങളായിരുന്നു. അവരുടെ ആണുങ്ങളാവാൻ പഠിച്ച കൗമാരവും യൗവനമാണ് ഇന്നത്തെ മലയാളി പുരുഷൻ. നാൻസിയും ഹെലനും കാപ്പി കുടിക്കുന്ന കഥ പറഞ്ഞിട്ടുണ്ട് ഓഷോ ഒരിക്കൽ. അതിങ്ങനെയാണ്: നാൻസി ചോദിച്ചു, നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ അറിയാം? അദ്ദേഹം നിത്യവും രാവിലെ ചപ്പുചവറുകൾ കൊണ്ട് കളയാറുണ്ട്. ഹെലൻ പറഞ്ഞു, അത് സ്നേഹമല്ല. നാൻസി പറഞ്ഞു, നല്ല ഗാർഹസ്ഥ്യമാണ്. എനിക്ക് വേണ്ടി എത്ര പണം ചെലവ് ചെയ്യാനും എൻ്റെ ഭർത്താവിന് മടിയില്ല. അത് ഉദാരമനസ്കതയാണ്, സ്നേഹമല്ല. എൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ നേരെ നോക്കുക പോലുമില്ല. അത് കാഴ്ചയ്ക്കുള്ള കുഴപ്പം കൊണ്ടാണ്. ജോൺ എപ്പോഴും എനിക്കായി വാതിൽ തുറക്കും. അത് സ്നേഹമല്ല, മര്യാദയാണ്. ഞാൻ വെളുത്തുള്ളി തിന്നുമ്പോഴും ജോൺ എന്നെ ചുംബിക്കും. ഈ പറഞ്ഞത് ശരി, അത് തീർച്ചയായും സ്നേഹമാണ്. കാരണം നമ്മുടെ ഏറ്റവും മോശാവസ്ഥയിലും നമ്മുടെ ഒപ്പം നിൽക്കുന്നത് ഒരാളുണ്ടോ എന്നുള്ളതാണ്. ഈ വെളുത്തുള്ളി ചവച്ചിട്ടും എന്നെ ചുംബിക്കുന്നൊക്കെ പറയും. വെളുത്തുള്ളിക്ക് രൂക്ഷഗന്ധമാണ്. അത് ചവച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വായയ്ക്ക് നോക്കിക്കൊണ്ട് ആ ചുണ്ടുകളെ ചുംബിക്കുന്ന ഒരാൾക്ക് സാധിക്കുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും സ്നേഹം തന്നെയാണ്. അവരുടെ ഏതൊരവസ്ഥയിലും അവരെ ഞാൻ ചുംബിക്കും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇങ്ങനെ ഈ ഒരു മനുഷ്യന്റെ എഴുത്തുകൾ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ വിങ്ങലാണെന്ന് വായിച്ച് നൊമ്പരപ്പെടുന്ന IV ശശി, പത്മരാജൻ പടം, കാണാമരത്തിലെ റോയ്സ് വർഗീസ്, ഉള്ളത് ഇവരൊക്കെയാണ്. മമ്മൂട്ടി പ്രേമം പറയുന്ന പോലെ നമുക്കൊക്കെ പറയാൻ അറിയൂ. മമ്മൂട്ടി തൊടുന്ന പോലെയും തൊടാൻ അറിയൂ. മമ്മൂട്ടി കെട്ടിപ്പിടിക്കുന്ന പോലെ കെട്ടിപ്പിടിക്കാൻ അറിയൂ. മമ്മൂട്ടി ഉമ്മ വയ്ക്കുന്ന പോലെയൊക്കെ ഉമ്മ വയ്ക്കാൻ അറിയൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മനുഷ്യന്റെ എഴുത്ത് അവസാനിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് നമ്മുടെ മലയാളത്തിലെ പല സംവിധായകരും കൊടുത്ത പ്രണയ സിനിമകളാണ്. കണ്ടുകൊണ്ട് എന്ന് പറയുന്ന സിനിമയിൽ ഐശ്വര്യയുടെ മുഖത്ത് തൊടാൻ അറക്കുകയല്ല, തൊടാൻ മടിക്കുന്ന, വിറച്ചുകൊണ്ട് തൊടണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന, അവസാനം ചുംബിക്കുന്നതിന് പകരം നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്ന, ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന ഗതഗതത്തോട് കൂടിയിട്ട് അറിയാതെ ഞാൻ അവരെ പ്രേമിച്ചുപോയി, എനിക്ക് അവരെ വേണം എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടുപോകാൻ പോകുന്ന അങ്ങനെയുള്ള രംഗങ്ങളാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് ഏറെ കാലമായിട്ടും നമ്മുടെ മലയാള സിനിമ നൽകിയിട്ടുള്ളത്. അതായത് മമ്മൂട്ടിയുടെ പ്രണയ സിനിമകൾ മോഹൻലാലിന്റെ പ്രണയ സിനിമകൾ പോലെയല്ല. മോഹൻലാലിന്റെ പ്രണയ സിനിമകൾ ദൂരെ കീഴ് കുതിച്ചു മാണിക്യ ചെമ്പഴുക്ക എന്ന് പറഞ്ഞ ആ ഒരു പാട്ടൊക്കെ കാണുമ്പോൾ ചിത്രത്തിലൊക്കെ അവൻ പെണ്ണിന്റെ പിന്നാലെ നടക്കും, ഓടും, ഡാൻസ് കളിക്കും, തലകുത്തി മറയും, പൂവെടുത്തിങ്ങ് നീട്ടും. ഇത്തരത്തിലുള്ളൊരു പ്രണയാർദ്ധ രംഗങ്ങളൊന്നും മമ്മൂക്കയുടെ ഒരു ശരീരഭാഷയ്ക്ക് പറ്റുമോ ഇല്ലയോ അറിയില്ല, കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മലയാളി പുരുഷന്മാര് ഏറെ കാലമായിട്ട് ഒരു 90s വരെയൊക്കെ
ഇങ്ങനെയൊക്കെയാണ് മറ്റുള്ളവരുടെ പ്രണയം പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ളൂ. തൊടുന്നത് പോലും ഭയങ്കര ബഹുമാനത്തോടെ, പരസ്പര ബഹുമാനത്തോടെ, സമ്മതത്തോടു കൂടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ പോയി കേട്ടോ, അതൊക്കെ പോയി എങ്ങോട്ടൊക്കെ പോയിരിക്കുന്നു. എന്തൊക്കെയായാലും ഇങ്ങനെയുള്ളൊരു മമ്മൂട്ടി പ്രണയമാണ്, മമ്മൂട്ടി കാമമാണ് നമ്മുടെ നാട്ടിലുള്ളത്. മലയാളികൾക്ക് മിക്ക ആളുകൾക്കും ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു ലിജേഷ് കുമാർ. അത്ര സിനിമകളാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും മമ്മൂട്ടി തൻ്റെ സിനിമയിലെ നായികമാരെ എങ്ങനെ പ്രേമിച്ചിരുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്രയും സിനിമകളിലൊരു പോക്ക് പോയത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒപ്പം ഉണ്ടാകുന്ന വിശ്വാസം.